ഡോക്ടർ പൊതുവെ ഈ അഡിനോയിഡ് വീക്കം സർജറി ചെയ്ത് മാറ്റാറാണല്ലോ പതിവ്. അതല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലാണ്. പൊതുവെ നമ്മളെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അഡിനോയിഡ് വീക്കം. അത് സാധാരണ സർജറി ചെയ്ത് മാറ്റാറാണ് പതിവ്. ഇത്ര ചെറിയ കുട്ടികളിൽ സർജറി ചെയ്യുക എന്നുള്ളത് നമ്മളെ രക്ഷിതാക്കൾക്ക് എപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ്. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുട്ടികളിലെ ഈ അഡിനോയിഡ് വീക്കത്തെ സർജറി ഇല്ലാതെ ചികിത്സിച്ച് മാറ്റുന്ന ഒരു ഡോക്ടറെ നമുക്കിന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ഡോക്ടർ ടിനു. ഡോക്ടർ ബാസിൽസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആണ്. ഡോക്ടറോട് നമുക്ക് അഡിനോയിഡ് വീക്കത്തെ കുറിച്ച് സംസാരിക്കാം. ഡോക്ടർ പൊതുവെ ഈ അഡിനോയിഡ് വീക്കം സർജറി ചെയ്ത് മാറ്റാറാണല്ലോ പതിവ്. അതല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പൊതുവെ ഈ ഒരു അഡിനോയിഡ് രോഗമുള്ള കുട്ടികളുടെ പേരൻസ് എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടി എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ഇത് സർജറി ചെയ്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു സർജറിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ പേടി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, പൊതുവെ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പൊതുവെ ഈ ഒരു പ്രശ്നം കാണുന്നത്. അപ്പൊ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, പൊതുവെ ഇത് സർജറി ഇല്ലാതെ തന്നെ അവർക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സമയം കഴിയുമ്പോൾ, ഒരു 10 വയസ്സ് കഴിയുമ്പോൾ ഇത് താനെ ചുങ്ങി പോവുകയും ചെയ്യും. ഇതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ഉപദ്രവം ഈ കുട്ടിക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഇതുവരെ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇപ്പൊ ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതും കൂടെ ഒന്ന് ഡോക്ടർ പറയോ? നമ്മുടെ കുട്ടിക്ക് അഡിനോയിഡ് രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ആദ്യ ഘട്ടങ്ങളിലൊക്കെ കുട്ടി കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പനി വരിക. കുട്ടിക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് സ്കൂളിൽ ഒരു കുട്ടിക്കൊക്കെ പനി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഈ കുട്ടിക്ക് വരിക. പിന്നെ ഈ പനി മാറാൻ കുറേ സമയം എടുക്കുക, കുട്ടി ആകെ ക്ഷീണിച്ചു പോവുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. അതേപോലെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് എപ്പൊ കുട്ടിയുടെ സ്കൂളിലായിരിക്കെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിലായിരിക്കെങ്കിലും പനി വരിക ചെയ്താൽ കുട്ടിക്ക് ഇത് ഈസിലി ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, മൂക്കടപ്പ് വരിക, എപ്പോഴും തുമ്മല്, അലർജി പോലെ തുമ്മല്, അല്ലെങ്കിൽ ചുമ, കഫക്കെട്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, രാത്രി കിടന്നുറങ്ങുമ്പോൾ വായ തുറന്നു വെച്ച് കിടന്നുറങ്ങും. പിന്നെ കുട്ടി കൂർക്കം വലിക്കും. ഈ വലിയവരാണല്ലോ പൊതുവെ കൂർക്കം വലിക്കുന്നത്, കുട്ടികൾ പൊതുവെ ഇതൊന്നും കാണാറില്ല. പക്ഷെ കുട്ടികൾ ഇങ്ങനെ അഡിനോയിഡ് വീക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങും. പിന്നെ ഇതെല്ലാം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഒരു എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി എടുത്തിട്ട് ഇത് എത്രത്തോളം വീങ്ങിയിട്ടുണ്ട്, ഇത് എത്ര കുട്ടിക്ക് അപകടമാണ്, എത്രത്തോളം നമ്മുടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ ഡോക്ടർ, നിങ്ങൾ ഈ അഡിനോയിഡ് വീക്കം സർജറി ഇല്ലാതല്ലേ മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോട്ടോകോളുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമ്മളിവിടെ ആദ്യം രോഗകാരണത്തെയാണ് ചികിത്സിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ആദ്യം രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ രോഗിക്കും ഓരോ വ്യത്യസ്തതകളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടിക്ക് പനിയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടിക്ക് മൂക്കടപ്പായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നതായിരിക്കും. അപ്പോൾ ഓരോ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് കണക്കിലെടുത്തിട്ടാണ് നമ്മളിവിടെ ചികിത്സ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള പ്രത്യേകം പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുക. പിന്നെ ഇവിടെ ഞങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രോഗി നേരിട്ട് വരണം എന്നില്ല, ദൂരെയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻസ് അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും നേരം ഡോക്ടർ നമ്മളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലുള്ള കുട്ടികൾക്കോ ആരെങ്കിലും ഇതുപോലുള്ള അഡിനോയിഡ് വീക്കം പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ ബാസിൽസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ ടിനുവിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടർ സേവനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ഇതിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ ടിനുവിന് ഒരുപാട് താങ്ക്സ്.